ഗുരുപൂജ എന്ന് പറയുന്നത് നമ്മൾ 1000 കൊല്ലത്തിനും 10000 കൊല്ലത്തിനും ഒക്കെ വരുന്ന ഒരു അതിർത്തി പൂജയുണ്ട്. അതല്ല. 100 കൊല്ലത്തിന് വന്നു പോകുന്നയാളുമുണ്ട്. നമ്മൾ ഇതൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഗുരുപൂജ എന്ന് പറയുന്നത് ഇത് തികച്ചും ഏതെല്ലാം ഗുരുക്കന്മാർ വന്നു പോയിട്ടുണ്ടോ, ഇവരുടെ സങ്കല്പത്തിൽ എന്തെല്ലാം പിശക് വന്നിട്ടുണ്ടോ, ഈ സങ്കല്പം ആദ്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ ഗുരുപൂജ ചെയ്യുന്നത്. എന്നതുപോലെ നിങ്ങളുടെ വീട് ഏതെല്ലാം ദേവീദേവന്മാരെയും മറ്റുള്ള ആരാധനക്രമങ്ങളും ശീലിച്ചിട്ടുണ്ടോ, ഇത് നോക്കും. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ കെടുതി ഞാൻ തന്നെ അനുഭവിച്ചു. അങ്ങനെ പറഞ്ഞാലാവില്ല. കാരണം പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നതേയില്ല. ഈ വാക്കിനെ തെറ്റിക്കരുത് എന്നൊരു വാക്ക്. എന്താണ് ഈ വാക്കെന്ന് പറയുന്ന കാര്യം? അനേക സ്വഭാവത്തിലുള്ള ഗുരുക്കന്മാരും അതിൻ്റെ അനുയായികളും വന്നതാണ്. ഇതെല്ലാം തന്നെ ഏത് കാലം മുതൽ വന്നു നിൽക്കുന്നെന്ന് ആർക്കും അറിയില്ല. ഇത് ചതുരയുഗങ്ങളായിട്ട് എത്രയോ ചതുരയുഗം വന്ന് പെശകിപ്പോയ അവസ്ഥയിൽ ഈ ത്രിമൂർത്തി സമ്പ്രദായം ഉണ്ടായ കാലം മുതൽ വന്നിരിക്കുന്ന പെശകാണ്. ഇത് നിങ്ങൾക്കറിയേ വയ്യ. ത്രിമൂർത്തികളെ കൊണ്ടെല്ലാം ഒതുക്കി തീർക്കുന്ന കർമ്മമാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അതിന് തെളിവ് ഈ മഹാന്മാരുടെ സ്വഭാവത്തെ പറ്റിയാണ്. അല്ല, നിങ്ങൾ കുറെ ആരാധിച്ചെന്നോ കുറെ ഭക്തി പുരസരം പലതും കാണിച്ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ നിഷേധിച്ചു പറഞ്ഞെന്നോ വിചാരിച്ച് ഇതൊന്നും നല്ലതാകുകയും ചീത്തയുകയും ചെയ്യില്ല. നിങ്ങൾ അറിയേണ്ട കാര്യം അറിയുക, അതിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള യോഗ്യത നേടുക.